അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ കുന്ത്രാണ്ടം കണ്ടിട്ട് ആദ്യം പീരങ്കിയാണെന്ന് കരുതി. മറ്റേ എന്താ വിടൂലേ അതൊക്കെ കരുതി, പക്ഷെ അത് വേറെന്തോ സാധനമാണ്. അപ്പം നമ്മളിത് മടിക്കേരി ഫോർട്ടെത്തി. മഴ എപ്പോഴും ഉണ്ട് കേട്ടോ, മഴ എപ്പോഴും കോടിറങ്ങിയിട്ടേ മഴ പെയ്യാണ്. നമ്മളതാ ഒരു ഇവിടേക്ക് എത്തി. ഇവിടെ എന്തോ പത്ര കാണാനല്ലേ, മറ്റേ എന്തോ വീട് മാതിരിയാണ് ഞങ്ങളുടെ. അന്ന് ഇതേമാതിരി ആയിരുന്നു ഞങ്ങൾ സ്കൂൾ ട്രിപ്പ് ഉണ്ടായി. ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്കൊക്കെ കൊണ്ടായി. ഇതിൻ്റെ ഉള്ളിൽ മറ്റേ പണ്ടത്തെ വാളും ഓരോ സാധനങ്ങളായിരുന്നു. നടുത്തളം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങാൻ പറ്റും, പക്ഷെ ഇറങ്ങൂല. അതെങ്ങനെയാണ്, ഒരു ആണക്കുട്ടനെ കണ്ടോ അവിടെ. ആർട്ട് ട്രഷർ. ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ പോകുന്നു. പണ്ടത്തെ വാതിൽ പക്ഷെ ഞങ്ങളുടെ ഓടി നടക്കലായിരിക്കും ഫ്രണ്ട്സ്. എന്താ പെട്ടിമാരത്തൊക്കെ ഞാൻ ഈ സ്ഥലമാണല്ലോ മിനിങ്ങാന്നൊരു സിനിമയിൽ കണ്ടായിരുന്നു. ഒരു ഡൈനോസറിൻ്റെ എന്താ ബോഡി ഫുള്ള് എടുക്കണ ഒരു കിണർ കുളിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെള്ളമില്ലാത്തൊരു സിനിമേൻ്റെ പേര് കോൺ ലെഗ് അങ്ങനെ എന്തൊരു പേരാണ് ഫ്രണ്ട്സ്. 2 ആനക്കുട്ടന്മാരവിടെ. പിന്നെ അങ്ങോട്ട് പോവാം. ഇങ്ങനെ ഇരുന്നു പണ്ടുണ്ടായിരുന്നു. ഡിജിറ്റൽ ഗാലറി തുറക്കാൻ പറ്റുമോ? ലോക്കാണോ? ടൈപ്പ് ബി. പെരുംജാതി മഴ കേട്ടോ. പണ്ടത്തെ ആൾക്കാരാണ് ഫ്രണ്ട്സ്. കല്ലുകൾ. ചെറിയ ആനക്കുട്ടന്മാരാണ് ഇന്നത്തെ ഫ്രണ്ട്സ്. അപ്പോൾ നല്ല വലുതാക്കിയിട്ടുണ്ട്. കൊള്ളാം. ഇത് ഇത്ര ലെയർ ഉണ്ടായിരുന്നത് ഒറ്റടിക്കാട്ടി. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെയൊക്കെ പണ്ടത്തെ പിക്ചറുകളാണ് കേട്ടോ ഉള്ളത്. ഡോർ ഓർക്കാൻ പറ്റും, നോക്കാം. പറ്റൂല ഫ്രണ്ട്സ്.
സെറ്റ് ഹോട്ടൽ ഫ്രണ്ട്സ്. ചെക്കനെ ഓടുകയാണ് ഫ്രണ്ട്സ്. പണ്ട് ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇവിടെ പണ്ടത്തെ സിനിമയിലൊക്കെ അങ്ങനെയായിരുന്നു. ഫ്രണ്ട്സ് അവിടെ ഡോറ് വന്നു. പക്ഷേ അടക്കേ അങ്ങനല്ല ആണില്ലേ, എനിക്കറിയില്ല പണ്ടത്തത്. ഏത് ജെയിൻ ടെമ്പിൾ. ഇനി നമുക്ക് ഫ്രണ്ട്സ് ഒരു ടെമ്പിൾ നമുക്ക് കാണാനുണ്ട്, ഗോൾഡൻ ടെമ്പിൾ അല്ലപ്പാ. എന്താണ് ആ ടെമ്പിളിന്റെ പേര്? അല്ല, കണ്ടിട്ടാണ് ഇതെന്താണ്? നേപ്പാളിൽ മാത്രം കാണുന്ന ബുദ്ധമതക്കാരുടെ ഗോൾഡൻ ടെമ്പിൾ എന്താ? ഗോൾഡൻ ടെമ്പിൾ പുലി ഫ്രണ്ട്സ്, പുലി 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 പുലി. ആന നമ്മൾ ഇന്നലെ കണ്ടു. കാട്ടുന്നാന നല്ല മഞ്ഞ. നമ്മളിത് പോകുന്നു, ചാടുന്നു, ഇറങ്ങുന്നു. ഏതാ ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലം പറഞ്ഞു. ഇത് കോർട്ട് കോംപ്ലക്സ് ആണ്. അപ്പൊ ഇനി മറ്റേ ആ ക്ലോക്ക് ടവർ ഫ്രണ്ട്സ്, ഐ യു റിമെമ്പറിങ് ക്ലോക്ക് നമ്പർ അല്ല, ക്ലോക്ക് ടവർ, സോറി. ചെളിയാണ് ഇവിടെ ഫുള്ള്. അമ്മ പറഞ്ഞപ്പോൾ കറക്റ്റിൻ്റെ വാക്ക. ഇനി നമുക്ക് അങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ലല്ലോ. ഇതാ വീഡിയോ ആണ്. ഫ്രണ്ട്സ്, ഇവിടെ കയറാൻ ഇതുവരെ നമ്മളിടുന്ന ആരും പൈസ ചാർജ് ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. ടിക്കറ്റ് എടുക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല, പക്ഷേ ഞങ്ങൾ എടുത്തിട്ടില്ല എന്തായാലും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സംഭവം എനിക്ക് തോന്നുന്നു. അങ്ങനെ കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കയറും, അത്രേ ഉള്ളൂ. മലയാളി ഇത് അമ്പലാണ് അല്ലേ? ഇങ്ങനെ നമ്മൾ ടൂർ കൊണ്ടപ്പോൾ ഞങ്ങൾ അതേമാതിരിയായിരുന്നു. ഇവിടെ കുറേ പേര് ഇരുന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ മറ്റേ സാധനമൊക്കെ ഇട്ടിട്ട്. ഇവിടെ പണ്ട് എന്തുണ്ടായിരുന്നു. നമ്മളിത് നടന്ന് പോകുന്നു. ഇത് കിണറ അല്ലല്ലേ, സാധാ പച്ചവെള്ളം പോലത്തെ വെള്ളം ഒഴിക്കണം, കാലയിക്കണ സംഭവം. ഇതൊക്കെ ഞാനും കണ്ടിരുന്നു. ഇവിടെ കാണാത്ത എന്താ ഞങ്ങളുടെ ഇങ്ങനെ അവിടെ വെച്ചിട്ടായില്ലേ. ഇവിടെ ഒരു വലിയ വാട്ടർ ടാങ്ക്, അവിടെ ഒരു അമ്പലം. ഹലോ, കേവ്. ഇവിടെ എന്തോ ഉണ്ട് ഫ്രണ്ട്സ്. ദൈവങ്ങളാണ് കേട്ടോ. കോട്ട അവിടെ സ്കൂളിൽ നിന്നുണ്ടല്ലോ. എൻ്റെ ഇവിടെ നിന്ന് കയറുമായിരുന്നു, ഇവിടെ കയറ്റി വിടുകയായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ഓടി നടക്കാം. പെരും മഴയാണ്, സോറി പെരും മഞ്ഞാണ് ഫ്രണ്ട്സ്. ചേക്കൻ്റെ ചെരുപ്പുണ്ടല്ലോ ഫ്രണ്ട്സ്, ഓരോ ഓടിയതാണ്, ചെരുപ്പ് സ്ലിപ്പായി അല്ലമ്മ. ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാവൽക്കാർക്ക് നിൽക്കാനുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ശബ്ദം പോലും വലുതാക്കിയിട്ട് കാണിക്കും. ഈ ഒരു ഇതിൻ്റെ അകത്തുനിന്ന് സംസാരിച്ച് കഴിയുമ്പോൾ ഇപ്പൊ ഞാൻ വളരെ പതുക്കെയാണ് സംസാരിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. കേൾക്കുന്നുണ്ടോ? അവി നല്ല സൗണ്ട് ഉണ്ടോ?
പിന്നെ ഞാൻ കുറച്ച് ഉച്ചത്തിൽ പറയട്ടെ. രാജാതിരാജൻ. ഇവിടുത്തെ ഏറെക്കുറെ കാഴ്ചകൾ കഴിഞ്ഞു കേട്ടോ. ഇത് ഈ കാണുന്ന ആനകൾ കണ്ടോ? ഇതൊക്കെ പണ്ടത്തെ ഉണ്ടായിരുന്ന ആനത്താര എങ്ങനെ എന്തോ സംഭവമാണ് തോന്നുന്നു കേട്ടോ. എന്താ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് താഴെ, പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയില്ല. ഈ കാണുന്ന ഈ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ, ഇത് ഈ കോട്ടയുടെ ചുറ്റിനും എന്തിനാണെന്ന് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയണം. അതുപോലെ അങ്ങനെ കുറേ ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ്ടല്ലേ, ഈ ഹോൾസും കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് എന്തിനാണെന്നുള്ളത് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ. എനിക്ക് തോന്നിയത് ഈ സംഭവമല്ലേ, ഇത് കാവൽക്കാർക്ക് കിടന്നിട്ട് വെടിവെക്കാൻ, മീൻസ് എന്തെങ്കിലും ശത്രുക്കളുടെ ഇതുണ്ടായിക്കഴിഞ്ഞാൽ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതുപോലെ തന്നെ കണ്ടില്ലേ, ഇതൊക്കെ മൊത്തത്തിൽ നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ട ഒരു സംഭവമാണ്. പക്ഷെ ഇതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മൊത്തത്തിൽ. എന്താ പറയുക, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള സംഭവം തന്നെയാണ്. പക്ഷെ എന്നാൽ തന്നെയും കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ സംഭവം മെയിൻറ്റെയിൻ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ പോകുന്നുള്ളൂ. ബാക്കിയൊക്കെ കണ്ടില്ലേ, കാട് പിടിച്ച് വൃത്തികേടായിട്ട് കിടക്കും. ഇങ്ങനെ നോക്കുമ്പോഴേ ഇത് കണ്ടില്ലേ, ഈ ഒരു വ്യൂ കാണുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഡൗട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ കാണുമ്പോൾ എനിക്കൊരു സംശയം. അത് കാരണം കൊണ്ടാണ് എൻ്റെ ഒരു സംശയം അങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കണ്ടിലൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞാകെ നാശമായി കിടക്കുക. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു ഏരിയ കാണുകൊണ്ടാണ് കേട്ടോ എനിക്ക് സംശയം തോന്നിയത്. ഇത് ശത്രുക്കളെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് അവർക്കുള്ള ഒരു സ്പേസ് ആയിട്ടോ അല്ലെങ്കിൽ കാവൽക്കാർക്ക് നിലയുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗമായിട്ടോ ഉള്ളതായിരിക്കാമെന്ന് എനിക്ക് തോന്നാനുള്ള കാരണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിത്രദുർഗ ഫോർട്ടിൽ പണ്ട് പോയപ്പം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കർണാടക സ്റ്റേറ്റിൻ്റെ കീഴിൽ കിടക്കുന്നൊരു ഫോർട്ട് തന്നെയാണത്. അതൊക്കെ ആകെ ഇതേപോലെ കാട് മൂടി നശിച്ച് ആകെ നാശമായി കിടക്കുമായിരുന്നു. അപ്പം അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഏറെക്കുറെ അവസ്ഥ കേട്ടോ. കാരണം ഇത് ഇവിടെ ഫീസ് ഇല്ലാത്തതാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അങ്ങനെയാണെങ്കിൽ ഫീസ് നമ്മളുടെ നിന്ന് വാങ്ങിക്കേണ്ടതാണല്ലോ നമ്മൾ കയറുമ്പോൾ തന്നെ. അപ്പം ആ ഒരു ഫീസും കാര്യങ്ങളൊന്നും നമ്മളുടെ നിന്ന് വാങ്ങിയിട്ടില്ല. അപ്പോൾ ആ ഒരു ഫീസും കാര്യങ്ങളും ഇത് നല്ല വൃത്തിയായിട്ട് സംരക്ഷിച്ചുകൊണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കുറേ സംഭവങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. അപ്പം അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ല, ഒരു ഇതുണ്ടായിരുന്ന ആ കാവൽക്കാർ നിൽക്കുന്ന ഒരു ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴുള്ള ആ സൗണ്ടിൻ്റെ മാറ്റം, ഇതിൻ്റെ ഒരു ഡിസൈനിങ്, ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോഴുള്ള ഒരു സൗണ്ട് മാറ്റവും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കേൾക്കുമ്പോൾ ആ ഒരു സൗണ്ട് വേരിയേഷൻ വരുന്നത് അല്ലേ. ഇത് എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് ഈ കോട്ടയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഏറെക്കുറെ ഇവിടെ ചുറ്റുഭാഗം മൊത്തമായിട്ട് കാണാൻ പറ്റും. ഇപ്പം ഞാൻ ആ പറഞ്ഞ ആ സാധനത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ മരങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നതായിരിക്കും. കാരണം ഇതിനൊന്നും അധികം പ്രായം തോന്നുന്നില്ല കണ്ടിട്ട്. ഒരു കറക്റ്റ് വ്യൂ കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇവിടെ നിൽക്കുമ്പോൾ ശത്രുക്കളുടെ നീക്കം, അവരെ ആക്രമിക്കാൻ വരുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനും ഇവിടെ നിന്നിട്ട് പ്രതിരോധിക്കാനൊക്കെ ഈ കോട്ടയുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണെന്നൊക്കെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ കണ്ടില്ലേ, ഇതിങ്ങനെയാണ്, ഇത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന വീട് പോലത്തെ സംഭവമൊക്കെ വീട് തന്നെ ആയിരിക്കാം മേ ബി. എന്തായാലും നല്ലൊരു ഇതാണ് കേട്ടോ. നിങ്ങൾ കൊടകിൽ വരികയാണെന്നുണ്ടെങ്കിൽ മടിക്കേരി ഫോർട്ട് നിങ്ങൾ മിസ് ചെയ്യരുത്. ഇവിടെ വന്നിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടണം കേട്ടോ. ആ ഒരു ഹോളില്ലേ, ആ ഒരു ഹോൾ ഇതാ ഇങ്ങനെ സ്ട്രെയിറ്റ് ഒന്നുണ്ട് കേട്ടോ. അതുപോലെ ഇത് ഇങ്ങോട്ടൊന്നുണ്ട്, അതുപോലെ ഇതാ ഇങ്ങോട്ടും ഉണ്ട്. അതാണ് ഞാനിത് ഇവർക്ക് പ്രതിരോധിക്കാനുള്ള ഗണ്ണോ കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യാനുള്ളൊരു ഏരിയ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷ എനിക്ക് തോന്നാനുള്ള കാരണം കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കിടക്കുന്നുണ്ടല്ലേ ഉപ്പിയും പാട്ടയൊക്കെയാണ്. നമ്മൾ പുറകു വശത്തേക്ക് ഇങ്ങനെ കൂടുതൽ നടന്നു വന്നപ്പോഴേ ഇതല്ലേ, ഇവിടെ ഒരു റൂമിൻ്റെ അകത്ത് AC വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കോർട്ട് കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി ഇത് ഈ നിലവിൽ കുറച്ച് കാലം ചിലപ്പോൾ കോർട്ടായിട്ട് വർക്ക് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുള്ളതാണോ എന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഈ രാജഭരണകാലത്തുള്ള ബിൽഡിംഗ് ആയിരിക്കില്ല, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളതായിരിക്കാനും സാധ്യത ഉണ്ട് കേട്ടോ ഈ ബിൽഡിങ്ങുകൾ. പക്ഷെ ഇത് കോട്ടയുടെ ഉള്ളിലാണ് ഈ സംഭവം ഉള്ളത്. നല്ലത് ഇനി അങ്ങോട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ സറൗണ്ടിങ് ആയിട്ട് ചുറ്റി കിടക്കുകയാണ് ഈ മൊത്തത്തിൽ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞുള്ളൊരു വ്യൂ കേട്ടോ. നമ്മൾ ആ ഒരു വാച്ച് ടവർ പോലത്തെ ഒരു സംഭവം ഉണ്ട് പറഞ്ഞില്ല, അതിൻ്റെ മുകളിൽ കയറി കഴിയുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. കണ്ടില്ലേ,
ഇതാണ് കേട്ടോ കൊടക് കൂർഗ് ടൗൺ. കൊടക്, കൂർഗ്, മടിക്കേരി ഏതാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഒരു ഊട്ടി സെറ്റപ്പ് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടില്ലേ, ക്ലൈമറ്റ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് നേരം മഴയാണെങ്കിൽ കുറച്ച് നേരം മഞ്ഞ്, അത് കഴിഞ്ഞാൽ വെയിൽ, അങ്ങനെ. ഇന്നിപ്പോൾ വെയിൽ നമ്മൾ കണ്ടിട്ടില്ല പൊതുവെ. പക്ഷേ എന്തായാലും ഒരു വൺ ഡേ ട്രിപ്പ് കൊണ്ടൊന്നും നമുക്ക് ഇവിടെ നിന്ന് കണ്ടു തീർക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും വൈബ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. നേരത്തെ കാണിച്ച ആനകളെ കാണിച്ചിട്ടുള്ള സ്ഥലമല്ലേ, അതിൻ്റെ ഒരു ലഘൂകരണമാണ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. ഇതാണ് കേട്ടോ ആനകൾ. ആനയുടെ മണമൊക്കെ വരുന്നുണ്ടോ എന്നൊരു സംശയം. ഗണ്ണാണ് കേട്ടോ, ഡബിൾ ബാരൽ ഗൺ. ഇത് ഡബിളാണ് കേട്ടോ, 2 ഇതിണ്ട്. സ്നൈപ്പർ പോലത്തെ ഗണ്ണിതാ. പിന്നെ ഇതാ പണ്ടത്തെ മറ്റേ റീവോൾവറോ മറ്റെന്തോ ഗണ്ണല്ലേ. ഇതാ റൈഫിൽ, സിംഗിൾ ബാരൽ റൈഫിൽ, മസിൽ ലോഡിങ് ഗണ്ണ്. ഇത് മസിൽ ലോഡിങ് ഗണ്ണാണ് പറഞ്ഞത് ഫ്രണ്ട്സ്. അത് പിന്നെ ഇതിൻ്റെ പേരെന്തായിരുന്നു, റീവോൾവർ, മസിൽ ലോഡിങ് റീവോൾവർ. ഇയാള് ഫ്രണ്ട്സ് പിച്ചാത്തിയൊക്കെ സാധനം കേട്ടോ. ഇതാ മറ്റേ ഡ്രസ്സ് കളറൊക്കെ ആയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ഒരാൾക്ക് 10 രൂപയുണ്ടോ ചാർജ്? മ്യൂസിയത്തിൻ്റെ അകത്ത് കയറാൻ ഇവിടെ മാത്രമേ ചാർജ് ഉള്ളൂ. പണ്ടത്തെ പാത്രങ്ങൾ ഫ്രണ്ട്സ്, പൊട്ടിയ പാത്രങ്ങൾ. അത് മ്യൂസിയത്തിൽ വെക്കാൻ വേണ്ടി വീണ്ടും ഒട്ടിച്ചവർ റീമെയ്ക്ക് ചെയ്തു. പണ്ടത്തെ ഈ വീടിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവണേ ടേർത്തല പോലത്തെ ഫ്രണ്ട്സ്. ശരിക്കും പുലിമാരിയുണ്ട് അല്ലേ? കൈതപ്പുലി അല്ല, അത് വേറെന്തോ പേരാണ്. ശരിക്കും ഫ്രണ്ട്സ് എൻ്റെ കണ്ണൊക്കെ ജീവനുള്ളതിനൊക്കെ അവിടെ തൊടാൻ പറ്റുമോ? ഇല്ലല്ലേ, പീരങ്കീരും ഉണ്ടാ. ചെറുതുന്ന് തുടങ്ങിയതാണ്. അതാ ഫ്രണ്ട്സ്, ചെറുതുന്നാണ് ഇത്രയും വലുതുണ്ട. ക്യാനോ ബോൾസ് ഇത് പോകുമ്പോൾ ടും ഒറ്റ പൊട്ടലായിരിക്കും. ഇതവിടെ ഒരു മരത്തിൻ്റെ എന്താണെന്നറിയില്ല, ദ്രവിച്ചെന്നു ആകെ. കുതിര തോന്നണം. ശില്പങ്ങൾ പണ്ടത്തെ ഉണ്ടാകുന്നുണ്ടല്ലോ. പൈസകളുണ്ട് ഫ്രണ്ട്സ്. ഇതൊക്കെ ഒരു പൈസ തന്നെ അല്ലേ? ഇങ്ങനത്തെ പൈസ ഇപ്പോഴും ആരുടെടുത്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് കമൻറ്റിൽ ഇടണേ. ഗോൾഡ് അത് പൈസ അല്ല കേട്ടോ ഫ്രണ്ട്സ്, അത് ഗോൾഡാണ്. സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്. ഇത് മറ്റേ മറ്റേ സാധനം അരക്കണം പോലത്തെ ഇത് അതല്ലേ തോന്നുന്നു. അതിൻ്റെ വേറെ പവർ കൂടിയത്. ഇതിൽ കോയിൻസ് ഉണ്ടോ? ഉണ്ട്, ഉണ്ട്. സംഭവം സെറ്റാട്ടോ. 10 രൂപയ്ക്ക് വെർത്താണ്. പണ്ടത്തെ കീബോർഡൊക്കെ ഉണ്ട്. എന്താ ഫ്രണ്ട്സ് മറ്റേ സാധനം പീരങ്കി. പീരങ്കിൻ്റെ ലാണേ എൻ്റെ ഉള്ളിലേക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല ഫ്രണ്ട്സ്. എന്നാലും ഫുള്ള് ഇരുമ്പാണ് കേട്ടോ. പൊക്കാനൊന്നും പറ്റൂല, ഫുള്ള് പാസ്സൊക്കെ ചോദിച്ചിട്ടുണ്ട്.
അപ്പൂസ് പറഞ്ഞത് ഇവിടെ ഫുള്ള് വാളാണ് കേട്ടോ. മറ്റേ കത്താന ഫ്രണ്ട്സ്, കത്താന സെറ്റാണ് ഫ്രണ്ട്സ്. ഫുള്ള് വാളും കളിയാണ്. ഇരട്ടത്തലൻ സംഭവം കേട്ടോ. ഇവിടെ 10 രൂപയ്ക്ക് എല്ലാതും ഉണ്ട്, കാണാനുള്ളതുണ്ട്. എല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത് പോവാണ്. വാളിൻ്റെ ഇതെന്താണ് കത്തി. കീരി. അപ്പോഴാ മിസ്സും കഴിഞ്ഞു. ഇവിടെ ഉണ്ടോ ഫ്രണ്ട്സ് ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം. നമ്മൾ പുറത്തെത്തി. ഫ്രണ്ട്സ് നമ്മളിതാ ഹോട്ടൽ ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ എത്തി നമ്മളിനി ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വീണ്ടും സ്ഥലത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ നമുക്കിനി പോകാം, പോയി ഫുഡ് കഴിക്കാം. അതേ ഹോട്ടലിൽ നിന്നാണ് ഒന്ന് നമ്മൾ ഫുഡ് കഴിച്ചത്. കാരണം ഫുഡ് നല്ല ഫുഡായിരുന്നു. നമ്മൾ പുറത്ത് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഫുഡിനെയാണല്ലോ. അപ്പം വയറിനൊന്നും കുഴപ്പമില്ല, നല്ല ഫുഡ് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളിന്ന് കൂർഗ് പണ്ടിക്കറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് ചോദിച്ചു. അത് ഇവിടെ ഇല്ല, സംഭവം ഇവിടെ കിട്ടാറില്ല. പണ്ടിക്കറി എന്ന് പറയുന്നത് നോൺ വെജ് ആയിട്ടാണ് കേട്ടോ. പക്ഷേ നമുക്കത് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല, സാധനം ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫിഷ് കറി മീൽസാണ് പറഞ്ഞിട്ടുള്ളത്. മീൽസ് നോർമൽ, ഒരു ഫിഷ് കറിയും അതേപോലെ ഫിഷ് ഫ്രൈയും ഒക്കെ ഇവിടുത്തെ സ്റ്റൈലിൽ ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ അതാണ് ഇന്ന് വാങ്ങിക്കുന്നത് കേട്ടോ. അതുപോലെ അബി പിന്നെ ബിരിയാണിയുടെ അളവുണ്ട്. അബി ബിരിയാണി പറഞ്ഞ ഇതാണ് റൈസ്, പൊന്നേരി റൈസ്. അതുപോലെ ഇതാണ് ഫിഷ് കേട്ടോ. ഞങ്ങൾ ചെറിയ ഫിഷാണെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷെ വലിയ ഫിഷാണ് ഉള്ളത്. ഫിഷ് വലുതാണ്. അവൻ ചിക്കൻ ബിരിയാണി പറഞ്ഞു. അപ്പോൾ സുധാ ചിക്കൻ ബിരിയാണി പ്ലസ് മീൻ, അബി ചിക്കൻ ബിരിയാണി പ്ലസ് മീൻ, ഞങ്ങൾ രണ്ടാളും ചോറും മീനും.